ഗോകുൽ, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴായാലും അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ വന്നപ്പോഴായാലും ആദ്യം പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് പരാതികൾ നൽകട്ടെ, നമ്മൾക്ക് അന്വേഷിക്കാം എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ അപ്പാടി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്മർദ്ദങ്ങൾക്ക് മേലാണ് എന്ന് എടുത്തു പറയാതെ വയ്യ, അല്ലെ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ എത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിരുന്നു? അന്വേഷണം മുന്നിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, വെളിപ്പെടുത്തലുകൾ അന്വേഷണവുമായി സഹകരിക്കാൻ രഞ്ജിത്തിന്റെ എതിരെ ആരോപണം ഉന്നയിച്ച ആൾ ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ മാതൃഭൂമി ന്യൂസിലോട് സംസാരിച്ചവരും പറയുന്നുണ്ട്, ഞങ്ങൾ സഹകരിക്കും എന്നുള്ള കാര്യം. ഈ അന്വേഷണം മുന്നിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായി തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അത്രത്തോളം വലിയ വെളിപ്പെടുത്തലുകളുമാണ് മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായും പൂജ, ഇനിയിപ്പോൾ ഇത്തരത്തിൽ പരാതി ലഭിച്ചില്ലെങ്കിലും ഈ 7 അംഗ സമിതിക്ക്, അതായത് 7 അംഗ പോലീസ് സംഘത്തിന് ഇത് പരിശോധിക്കാനാകും. ഇത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന ആരോപണങ്ങളോ അതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയവരുടെയോ കാര്യങ്ങളല്ല, മറിച്ച് ഇപ്പോൾ തങ്ങൾ അക്രമം നേരിട്ടു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ, വാർത്താ ദൃശ്യ മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ അഭിമുഖങ്ങളായിട്ടും ഒപ്പം ഇത്തരത്തിൽ ഇന്റർവ്യൂകളായിട്ടും ഒക്കെ വന്നിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ, നിർണായക ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പലതും പീഡന ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങളൊക്കെയാണ്. അത്തരത്തിൽ വലിയ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുള്ള പല സംഭവങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായി തന്നെ ഈ സമിതി പരിശോധിക്കും. അതിൽ 4 അംഗ വനിതാ IPS ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘമാണ് ഇത് പരിശോധിക്കുക. അപ്പം എന്തായാലും ഇപ്പോൾ സിദ്ദിഖിനെതിരെ ഉയരുന്ന ഗുരുതര ആരോപണം അടക്കമുള്ളവ ഇത്തരത്തിൽ ഈ സംഘം വിളിച്ച് അന്വേഷിച്ച് മൊഴിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അന്വേഷണ സംഘവുമായിട്ട് ഇപ്പോൾ നമുക്ക് മുൻപിലെത്തിയ മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ച 2 പേരും ഇത്തരത്തിൽ അന്വേഷണ സംഘവുമായിട്ട് സഹകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അവർ മൊഴി കൊടുക്കാനും തയ്യാറാണ്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ പരിശോധിക്കുകയും ഒപ്പം ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നും ഇവർ അക്രമത്തിന് വിധേയരായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ 7 അംഗ സമിതി പരിശോധിക്കുകയും അത് മുഖ്യമന്ത്രിക്ക് പരാതി ആയി നൽകുകയും ചെയ്യുന്നതാണ്, ആ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതാണ്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഉണ്ടാകുന്ന നടപടികളൊക്കെ തന്നെ. എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് നിരവധി സ്ത്രീകളാണ് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ 3 ദിവസം കൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്ത്രീകൾ ഇപ്പോഴും, നിരവധി ആളുകൾ, അഭിനേതാക്കൾ, ഒപ്പം കാസ്റ്റിംഗ് ക്രൂ അടക്കമുള്ളവർ. എന്തായാലും ഇങ്ങനെയുള്ള നടപടികളുമായിട്ട് മുന്നിലേക്ക് പോകണം എന്നുള്ളത് ആദ്യമേ തന്നെ ഉയർന്ന ആവശ്യമായിരുന്നു. കാരണം ആ റിപ്പോർട്ടിൽ ഉള്ളത് പോലും അത്രത്തോളം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്.